അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് പ്രിയമുള്ള ഉസ്താദുമാരെ, ഇന്ന് പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളായ സുഹൃത്തുക്കളായ ഉസ്താദുമാർ അറിയാൻ ചർച്ച ചെയ്യാൻ ഒരു മസ്അലയാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കുന്നവരൊക്കെ ഉസ്താദുമാർക്കും മറ്റുള്ളവർക്കും ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ പറയുന്നൊരു മസ്അല പ്രത്യേകിച്ച് ഉസ്താദുമാർ, ഖത്തീബുമാർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മസ്അലയാണ്. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഖത്തീബുമാർ, ഉസ്താദുമാർ, അവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മസ്അലയാണ് ഇന്ന് പറയുന്നത്. ഖുത്ബ ഓതാൻ നമ്മൾ ഖുത്ബ ഓതുന്നു. ജുമുഅ നിസ്കാരത്തിന് വേണ്ടിയുള്ള ഖുത്ബ, നിർബന്ധമായ ഖുത്ബ, മിമ്പറിൽ കയറി ഖുത്ബയെല്ലാം ഓതിയിട്ട് നമ്മൾ 2 ഖുത്ബയും കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മുഅദ്ദിൻ ഇഖാമത്ത് കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ ഇറങ്ങി വരുന്നത്. ഖുത്ബയിൽ നിന്ന് ഖുത്ബ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. 2ാമത്തെ ഖുത്ബയും കഴിഞ്ഞ് മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ മുഅദ്ദിൻ ഇഖാമത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അങ്ങനെ ഖത്തീബ് ഇറങ്ങി വന്നതിന് ശേഷം ആ ഇഖാമത്തിന് ശേഷമുള്ള ദുആ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലലും ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷമുള്ള ദുആ ചെയ്യലുമൊക്കെ സുന്നത്താണ്, നമുക്കറിയാം. പക്ഷേ അത് വെള്ളിയാഴ്ച ജുമുഅയുടെ സമയത്ത് ജുമുഅ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഖത്തീബിന് അത് സുന്നത്തില്ല. ഖത്തീബിന് ആ ഇഖാമത്തിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലലും ആ ഇഖാമത്തിൻ്റെ ശേഷമുള്ള ദുആ ചെയ്യലും സുന്നത്തില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അവിടെ സുന്നത്തില്ല എന്ന് പറഞ്ഞത്? നിർബന്ധമായ മറ്റൊരു കാര്യം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. അതായത് മുവാലാത്ത് മുറിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. ഖുത്ബയുടെയും നിസ്കാരത്തിൻ്റെയും ഇടയിൽ മുവാലാത്ത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, തുടർച്ച നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ദീർഘമായ സമയം അതിനിടയിൽ ഉണ്ടാകാൻ പാടില്ല. ഖുത്ബയെയും നിസ്കാരത്തെയും വിട്ടുപിരിക്കുന്ന രൂപത്തിൽ ദീർഘമായൊരു ഇടവേള ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് കാണാം. ബാങ്കും ഇഖാമത്തും വിളിക്കുന്നവർക്കും അവ കേൾക്കുന്നവർക്കും അവയിൽ നിന്ന് വിരമിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലൽ സുന്നത്താണ്. ഇഖാമത്തിന് ശേഷം ജുമുഅയുടെ ഇമാമിന് സ്വലാത്തും സലാമും നിർവഹിക്കൽ സുന്നത്തില്ല. ഇമാം അലിയുൽ വനാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മഹാനായ നോക്കൂ, ജുമുഅയുടെ ഇമാം അല്ലാത്തവർ, മഹാനായ അലിയുൽ വനാഇ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജുമുഅയുടെ ഇമാം അല്ലാത്തവർ സ്വലാത്തിനും സലാമിനും ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തുൽ ഖായിമ എന്ന ദുആ ഉണ്ടല്ലോ, ആ ബാങ്കിൻ്റെ ഇഖാമത്തിന് ശേഷമുള്ള ദുആ, ആ ദുആ ചൊല്ലൽ സുന്നത്തില്ല. അതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലലും ആ ഇഖാമത്തിന് ശേഷം ദുആ ചെയ്യലും ഖത്തീബിന് സുന്നത്തില്ല. ഇഖാമത്തിന് ശേഷം ഖത്തീബിന് സുന്നത്തില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വേണ്ട എന്ന് പറയാൻ കാരണം എന്താണ്? ഈ മുവാലാത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം ആ ബാങ്കും ഇഖാമത്തും നിർവഹിച്ചവരും അവ കേട്ടവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും നിർവഹിക്കൽ സുന്നത്താണ്. സ്വലാത്തും സലാമും നിർവഹിക്കൽ സുന്നത്തുള്ളവർ അവ നിർവഹിച്ച ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന ദുആ ഉണ്ടല്ലോ, ആ പ്രസിദ്ധമായ ദുആ നിർവഹിക്കലും സുന്നത്താണ്. ഇനി നോക്കൂ, സ്വലാത്ത്, സലാം, ഈ പ്രസിദ്ധമായ നമ്മൾ ഈ പറഞ്ഞ പ്രാർത്ഥന എന്നീ 3 കാര്യങ്ങളും ജുമുഅയുടെ ഇഖാമത്തിന് ശേഷം ജുമുഅയുടെ ഇമാമിന് സുന്നത്തില്ല. ആ ഖുത്ബ നിർവഹിച്ചതിന് ശേഷം ആരാണോ ജുമുഅയ്ക്ക് ഇമാമ് നിൽക്കുന്നത്, ആ ഇമാമ് നിൽക്കുന്ന ആൾക്ക് സുന്നത്തില്ല. ചിലപ്പോൾ ഖുത്ബ പോകുന്ന ഒരാളായിരിക്കും, ഇമാം നിൽക്കുന്ന വേറൊരാളായിരിക്കും. അങ്ങനെയെങ്കിൽ ഖുത്ബ ഓതിയ ആൾ നിസ്കരിക്കാൻ വേണ്ടി മഅ്മൂമായിട്ട് നിന്നുകൊണ്ട് വേറൊരാൾ ഇമാമ് നിൽക്കുന്നതെങ്കിലോ ആ ഇമാം നിൽക്കുന്ന ആരാണോ അവർക്കാണ് സുന്നത്തില്ലാത്തത്. കാരണം എന്താ? അവർ പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക.
അവർ പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഈ ദുആ ചെയ്യേണ്ടതില്ല. മുവാലാത്ത് നഷ്ടപ്പെടുന്ന ഒന്നും വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. പലരും ഖുത്ബ കഴിഞ്ഞിറങ്ങി നിസ്കാരത്തിൻ്റെ മുമ്പായി ഈ ദുആ ചെയ്യുന്നു. ഈ ദുആ ചെയ്യുന്നു. അതിന് ശേഷം മൊബൈൽ ഓഫാക്കണം, ഞെരിയാണിക്ക് മുകളിൽ തുണി കയറ്റി കൊടുക്കണം, സഫ് നേരെയാക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനിടയ്ക്ക് പറയുകയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുത്ബയുടെയും ജുമാ നിസ്കാരത്തിൻ്റെയും ഇടയിൽ ജുമയുടെ ഖുത്ബയുടെയും ജുമാ നിസ്കാരത്തിൻ്റെയും ഇടയിൽ ചുരുങ്ങിയ രൂപത്തിൽ ഫർളുകൾ മാത്രം നിർവഹിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ചുരുങ്ങിയ രൂപത്തിൽ 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം, ആ സമയത്തേക്കാൾ സമയത്തേക്കാൾ കൂടാൻ പാടില്ല. ആ 2 റക്അത്ത് നിസ്കരിക്കാൻ അത്രയും സമയം വന്നാൽ എന്താവും? മുവാലാത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പം ചുരുങ്ങിയ രൂപത്തിൽ ഫർളുകൾ മാത്രം എടുത്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ 1.5 മിനിറ്റ് മതി. ഫർളുകൾ മാത്രം എടുത്തുകൊണ്ട് ചുരുങ്ങിയ രൂപത്തിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ 1.5 മിനിറ്റ്. അപ്പോൾ 1.5 മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഖുത്ബയുടെയും നിസ്കാരത്തിൻ്റെയും ഇടയിൽ നമ്മൾ ഇടവേള ഉണ്ടായാൽ ജുമാ നിസ്കാരം ബാത്തിലായി പോകും. പിന്നെ ആദ്യമായിട്ട് ഖുത്ബ ഓതേണ്ടി വരും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇമാമുമാർ, ഞാൻ ഉൾപ്പെടെ ഇമാമുമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുത്ബ കഴിഞ്ഞ് ഒരുപാട് പ്രസംഗത്തിനും മറ്റു കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്ന ഈ മസ്അല ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നത്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പല പള്ളികളിലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണത്. ഖത്തീബുമാർ പല പള്ളികളിലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഖുത്ബ കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ചിലപ്പോൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്ന് ഞാനീ പറഞ്ഞ പോലെ ഇഖാമത്തിന് ശേഷമുള്ള ദുആ, അതുപോലെ തന്നെ തുണി ഞെരിയാണിക്ക് മുകളിൽ കയറ്റി കൊടുക്കാൻ, മൊബൈൽ ഓഫാക്കാൻ, സഫ് നേരെയാക്കാൻ, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും 1.5 മിനിറ്റിൽ കൂടുതലായാൽ അവരുടെ ജുമാ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ജുമാ ശരിയാകുന്നതല്ല. ആ ഖുത്ബയുടെയും ജുമാ നിസ്കാരത്തിനും ഇടയിൽ മുവാലാത്ത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ജുമയും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മൊബൈൽ ഓഫാക്കുന്ന കാര്യവും മറ്റുമൊക്കെ നേരത്തെ പറയണം. ഖുത്ബ പോകുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളോട് ഉപദേശിച്ചാൽ മതി. അപ്പോൾ ഖുത്ബയ്ക്ക് ശേഷമല്ല അതൊന്നും പറയേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.